ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ടാകുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴയിൽ അഭയകേന്ദ്രം ആരംഭിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 100ഓളം ആളുകളാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. മൂവാറ്റുപുഴ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ടാവുകയാണ്. ചൂട് കാലാവസ്ഥയിൽ വെള്ളത്തിന്റെയും ഭക്ഷണ ലഭ്യതയുടെ കുറവ് മൂലവും നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 100ലധികം ആളുകളാണ് കടിയേറ്റ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. വളർത്തു നായ്ക്കളുടെ കടിയേൽക്കുന്നതും ദൈനംദിന സംഭവമായി മാറി. മുതിർന്നവർക്കും കുട്ടികൾക്കും നായയുടെ കടിയേറ്റു. വളർത്തു നായ്ക്കൾക്കും തെരുവ് നായ്ക്കൾക്കും വാക്സിൻ എടുക്കുന്ന നടപടികൾ കർശനമാക്കണം. ആനിമൽ ബർത്ത് കൺട്രോൾ സ്കീം കാര്യക്ഷമമാക്കണം. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാതിരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി അടിയന്തര നടപടികൾ സ്വീകരിക്കണം. മൂവാറ്റുപുഴ നഗരത്തിലെ തെരുവ് നായ്ക്കളെ പിടിക്കുന്നതിനും വാക്സിൻ എടുക്കുന്നതിനും ആവശ്യമായ എമർജൻസി ടീമിനെ മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കണം. മൂവാറ്റുപുഴ കേന്ദ്രമായി തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്നതിനായി അഭയകേന്ദ്രം ആരംഭിക്കണമെന്ന് മുൻ MLA എൽദോ എബ്രഹാം അധികൃതരോട് ആവശ്യപ്പെട്ടു. A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.